ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുക്കർ മത്തിപ്പീര ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന സമയമൊന്നും വേണ്ട. അപ്പോൾ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് പുളി എടുത്തിട്ടായിട്ട് അതിനൊന്ന് പൊതിർത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പുളി പൊതിർത്തുമ്പോൾ കുറച്ച് വെള്ളമാണ് വേണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് പൊതിർത്തിയിട്ട് ഇങ്ങനെ ഞവടി അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2.5 ടേബിൾ സ്പൂണോളം ഇത് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ അരച്ച ഇതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പുളിൻ്റെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ ഈ മത്തിപ്പീര ഏത് പാത്രത്തിൽ കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ കുക്കർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയും ചെറുതായിട്ട് മുറിച്ചത് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ടൊരു 2 പച്ചമുളകിനെ നടുക്കെ കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എന്തോയിലും ആണെങ്കിലും എടുക്കാം. ഞാൻ പിന്നെ വെളിച്ചെണ്ണ എടുത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അരച്ച അരപ്പിനെയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പുളി ഞവടിയിട്ടുണ്ടായിരുന്ന ആ വെള്ളത്തിന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വേറെ വെള്ളമൊന്നും നമ്മൾ പ്രത്യേകിച്ചിട്ട് ഒഴിക്കുന്നൊന്നുമില്ല. കുറേ നേരം ഉള്ളി ഇതൊന്ന് വാട്ടി സമയമൊന്നും മെനക്കെടുത്തി കളയണ്ട. പിന്നെ നമ്മൾ സാധാരണ അങ്ങനെ വെക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഈ കുക്കറിലെ മത്തിപ്പീരൻ്റെ കറി. നല്ല എന്തായാലും ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഞാൻ മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ആ മത്തിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ മത്തിയൊന്നുമില്ല, ഒരു മീഡിയം സൈസ്, ചെറുത്, ഭയങ്കര കുഞ്ഞുമല്ല തീരെ വലുതും അല്ലാത്തൊരു വിധത്തിൽ. അതിനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കൈ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല ഇറുക്കി കുഴക്കണ്ട, അപ്പോൾ മീൻ പൊടിഞ്ഞു പോകും. എന്നിട്ട് അതിന് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒറ്റൊരു ഫിസിലും ആവി മാത്രം മതി. ആവി പോയതിന് ശേഷം ഞാൻ ഇത് തുറന്നു കൊടുത്തിട്ട് നമ്മളെ മീൻ കറി കണ്ടില്ലേ, അത് ഉടഞ്ഞിട്ടോ ഇതായിട്ടോ ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ആവിയൊന്നും പുറത്ത് പോകാണ്ട് എല്ലാം അതിൽ തന്നെ നിന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ പറയുമ്പോൾ ഉണ്ടാക്കി. എത്ര ആൾ കുക്കറിൽ മത്തിപ്പീര ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഒന്ന് കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കും. മത്തി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. അങ്ങനെ എന്നിട്ട് അതൊരു മൺചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എന്തായാലും ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.